Amen. Praise be to God. ഈ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കർത്താവ് സഹായിച്ചു. പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചത് ദ ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷനാണ്. വ്യാഖ്യാന വരത്തെക്കുറിച്ചാണ്, ഭാഷകളുടെ വ്യാഖ്യാന വരത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായത്തിൽ നിന്നുമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. എന്നാൽ ആ ദൈവവും ഒരു മനുഷ്യനും തമ്മിൽ അന്യഭാഷകളിലൂടെ ആത്മീക മർമ്മങ്ങൾ വിനിമയം ചെയ്യുമ്പോൾ, ആത്മീയ മർമ്മങ്ങൾ പരസ്പര വിനിമയം നടത്തുന്നതിനിടയ്ക്ക് മറ്റൊരു മനുഷ്യൻ അല്ലെങ്കിൽ ആത്മാവിന്റെ മറ്റൊരു പ്രദർശനം ജീവിതത്തിൽ പ്രാപിച്ചിട്ടുള്ള വ്യാഖ്യാന വരപ്രാപ്തൻ ആ രണ്ടുപേർക്കിടയിൽ നടക്കുന്ന ആശയവിനിമയത്തെ, ദൈവത്തിനും ആ ആത്മമനുഷ്യനും ഇടയിൽ നടക്കുന്ന സംഭാഷണത്തിലേക്ക് ആത്മാവിൽ കയറി ചെല്ലുകയും അതിന്റെ അർത്ഥങ്ങളെ കണ്ടെത്തി കൂടെ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ സഭയ്ക്ക്, പൊതുസഭയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിലും അവരുടെ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിലും അവരുടെ ഭാഷയിൽ അവർക്ക് ആ ആശയങ്ങളെ, ആ രഹസ്യങ്ങളെ, ആ ദൈവിക മർമ്മങ്ങളെ ഷെയർ ചെയ്യുന്നതിനെയാണ് വ്യാഖ്യാനപരം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ ദൈവവും അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യനും ഇടയിലുള്ള ആ ഇന്റിമേറ്റ് സീക്രട്സിനകത്ത്, ആ അടുപ്പമുള്ള രഹസ്യങ്ങൾക്കകത്തേക്ക് കയറി ചെല്ലാൻ വ്യാഖ്യാനപരമുള്ള ഒരു മനുഷ്യനെ കർത്താവ് അനുവദിക്കുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ആ 14 അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിൽ താൻ പറയുന്നത്, നിങ്ങൾ ആത്മീക വരങ്ങളുടെ അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രദർശനങ്ങളിൽ നിങ്ങൾ ഒത്തിരി വാഞ്ചയുള്ളവരാണ്. പക്ഷെ നിങ്ങൾ തന്നെത്താൻ ആത്മീക വർധന വരുത്തുന്നതിൽ വാഞ്ചയുള്ളവരായിരിക്കുന്നതിനേക്കാൾ മറ്റൊരാളുടെ ആത്മീക വർധനയ്ക്കായി വാഞ്ചയുള്ളവരാകുകയും, കൂടുതൽ വാഞ്ചയുള്ളവരാകുകയും, മറ്റൊരാൾ എന്റെ ശുശ്രൂഷയിലൂടെ, എന്റെ ലൈഫിലൂടെ വേറൊരാൾക്ക് ആത്മീക വർധനവ് ഉണ്ടാകണമെന്നുള്ള അതിയായ വാഞ്ചയിൽ നിങ്ങൾ വളരണം. ആ വാഞ്ച ഉള്ളവരായി തീരുവിൻ എന്ന് പൗലോസ് ആ വേദഭാഗത്ത് അല്ലെങ്കിൽ ആ 14 അധ്യായത്തിൽ പറഞ്ഞ് നിർത്തുകയാണ്. 1 കൊരിന്ത്യൻസ് 14. അതൊരു ക്രമമാണ്. ഇതെല്ലാം ഒരു ആരാധനയാണ്. ദൈവസഭ കൃപാവരങ്ങളെ യൂസ് ചെയ്യണം എന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. പൗലോസ് അപ്പോസ്തലന്റെ അതിയായ വാഞ്ചയാണ്. അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ അതിയായി വാഞ്ചിക്കുന്നു. നമ്മളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം. കാരണം അതിന്റെ അർത്ഥം, അതിന്റെ പശ്ചാത്തലം ഇതാണ്: എല്ലാ ദൈവമക്കളും ദൈവവുമായിട്ട് ആത്മാവിൽ മർമ്മങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ഉയരണം. ആത്മാവിന്റെ പ്രദർശനം തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്ന വിധത്തിൽ തന്റെ ആത്മീക ദർശനങ്ങളിൽ, ആത്മീക വിവേചനങ്ങളിൽ, തന്റെ ആത്മീക പ്രാപ്തികളിൽ തന്നെത്താൻ വളർന്നു വരാൻ പ്രാപ്തിയുള്ളവനാകേണ്ടതിന് അന്യഭാഷകളിൽ എല്ലാവരും സംസാരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുമ്പോൾ തന്നെ അടുത്തായി നിങ്ങൾ വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ വാഞ്ചിക്കുന്നു. അപ്പോ അന്യഭാഷ മാത്രമല്ല, അടുത്ത വരം പ്രവചനം കൂടെ നിങ്ങൾക്കുണ്ടാകണം. എന്തുകൊണ്ട് പ്രവചനം ഉണ്ടാകണം? അന്യഭാഷ ഒരു മനുഷ്യനെ തന്നെത്താൻ ആത്മീക വർധനവിന് സഹായിക്കുമ്പോൾ പ്രവചനം ഒരു ഹോൾ ചർച്ചിന്റെ, ഒരു സഭയുടെ മുഴുവനായിട്ടുള്ള ആത്മീക വർധനവിന് ഉതകുന്ന ഒരു വരമായി അപ്പോസ്തലനായ പൗലോസ് ഈ 14 അധ്യായത്തിൽ, 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോ ഈ വ്യാഖ്യാതാവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിൽ പറയുന്ന 1-2 കാര്യങ്ങളിലൂടെ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. 14 അധ്യായം അതിന്റെ 4-ാം വാക്യം, 5-ാം വാക്യം. I would be delighted if you all
spoke in tongues, but I desire even more that you impart prophetic revelation to others. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ വിശേഷാൽ പ്രവചന വരമുള്ളവരായി തീരണമെന്ന് ഞാൻ അതിയായി വാഞ്ചിക്കുന്നു. നിങ്ങളിൽ പ്രവചനത്തിന്റെ പ്രദർശനം ഉണ്ടാകണമെന്ന്, പ്രവചനം എന്ന ആത്മാവിന്റെ പ്രദർശനം ഉണ്ടാകണമെന്നും ഞാൻ അതിയായി വാഞ്ചിക്കുന്നു. Greater gain comes through the one who prophesies than the one who speaks in tongues. അതായത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനിക്കുന്നില്ല എങ്കിൽ, അതാണ് unless there is interpretation so that it builds up the entire church. ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ തന്നെ മുഴുവൻ സഭയുടെയും ആത്മീക വർധനവിന് വേണ്ടി അവൻ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ ഈ അന്യഭാഷ സംസാരിക്കുന്നവനേക്കാളും ഉയർന്നവനാണ്, ശ്രേഷ്ഠനാണെന്ന് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് പറയുകയാണ്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുവൻ അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ അന്യഭാഷ പറയുന്നവൻ എന്ത് ചെയ്യുന്നില്ല? വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ അന്യഭാഷ സംസാരിക്കുമ്പോൾ അത് അവനും അറിയുന്നില്ല, കേൾക്കുന്നവർക്കും അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ ആത്മാവിൽ ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ ആത്മാവിൽ ദൈവത്തോട് സംസാരിച്ച മർമ്മങ്ങളെ സഭയുടെ ആത്മീക വർധനവിന് ഉതകുന്ന വിധത്തിൽ ഒന്നുകിൽ അത് വ്യാഖ്യാനിക്കപ്പെടണം. വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ മറ്റാർക്കും ആ അന്യഭാഷ എന്ത് ചെയ്യുന്നില്ല? സഹായിക്കുന്നില്ല. മറ്റാരെയും ഈ അന്യഭാഷ സഹായിക്കുന്നില്ല. ഓർത്ത് നോക്കിയേ, ഞാൻ സഭയിൽ വരുമ്പോ എന്നിലുള്ള ആത്മീക പ്രദർശനമായ അന്യഭാഷ ഞാൻ ശക്തമായിട്ട് ഉപയോഗിക്കുകയാണ്. മാക്സിമം എനർജിയിൽ ഞാൻ ആ ആത്മവരത്തിന്റെ പ്രദർശനത്തെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് എനിക്ക് മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ. വേറെ ആർക്കും അത് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ പൊതുവായൊരു വേദിക്കകത്ത് ഒരുമിച്ച് കൂടി വരുന്ന സഭയുടെ കൂട്ടായ്മയ്ക്കകത്ത് അത് അത്ര അഭികാമ്യമല്ലാതായി തീരുകയാണ്. എന്നാൽ ഈ അന്യഭാഷ സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഇവൻ ആ തന്റെ ഭാഷയെ തന്നെ വ്യാഖ്യാനിച്ച് ജനത്തിന് ഉതകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ തന്നെ കേൾക്കുന്നവർക്ക് സഹായിക്കുന്ന വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് അവരുടെ ഭാഷയിൽ നൽകുന്നെങ്കിൽ അത് അവർക്കൊരു അറിവായി മാറും, അത് അവർക്കൊരു വെളിപ്പാടായി മാറും. അവർക്കൊരു ആത്മീക വർധനവിന് ഉതകുന്ന, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ പ്രബോധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു വേർഡായി, ഒരു വചനമായി, ഒരു വചന വെളിപ്പാടായിട്ടത് ചേഞ്ച് ആകുന്നില്ലെങ്കിൽ, മാറുന്നില്ലെങ്കിൽ അത് അത്ര അഭികാമ്യമല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ അന്യഭാഷയെ സംസാരിക്കുന്നവൻ അവനെക്കാളും ഒരുവൻ പ്രവചിക്കുന്നവൻ അവിടെ ഉണ്ടെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്നവനേക്കാൾ പ്രവചിക്കുന്നവൻ ശ്രേഷ്ഠനായി മാറുകയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രവചിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നവനല്ല, അവൻ സഭയ്ക്ക് മൊത്തത്തിൽ അവൻ ആത്മീക വർധന വരുത്തുകയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് വ്യാഖ്യാനവരം കുറെ കൂടെ, അന്യഭാഷാ ഭാഷണത്തെക്കാൾ വ്യാഖ്യാനവരം കുറെ കൂടെ സഭയിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നുവരുത്തി ലേഖനം 14 അധ്യായം 7 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഓടക്കുഴലോ വീണയോ പോലുള്ള ശബ്ദമുണ്ടാക്കുന്ന നിർജീവ സാധനങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആവാം. ഇപ്പോ നമുക്ക് ഒത്തിരി മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, സ്ട്രിങ്സ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതുപോലെ സുഷിരവാദ്യങ്ങൾ, ദ്വാരങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഓടക്കുഴല്, സാക്സഫോൺ, ക്ലാർനൈറ്റ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പം ഓടക്കുഴലാകട്ടെ, വീണയാകട്ടെ, അതുപോലെ ഏതുമാകട്ടെ, എല്ലാ സാധനങ്ങളും ഒരു ശബ്ദം ഉണ്ടാക്കുന്നവയാണ്. എന്നാൽ ഈ ശബ്ദത്തിന് ഒരു താളവും ഒരു ഋതമുണ്ട്, അതിനൊരു പിച്ചുണ്ട്. താളവും പിച്ചും അതുപോലെ ഒരു ട്യൂണും ഉണ്ടാകുമ്പോഴാണ് ആ ശബ്ദം നമുക്ക് ഇമ്പമായി മാറുന്നത്. ഇപ്പോ എനിക്ക് തബല വായിക്കാൻ അറിയത്തില്ല, എനിക്ക് ഒരു ഇൻസ്ട്രുമെന്റും എനിക്ക് പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാൻ അറിയാത്ത എനിക്ക് കീബോർഡ് നന്നായിട്ട് വായിക്കാൻ അറിയത്തില്ല. അതിന്റെ പിച്ച് എന്താ, സി മേജർ എന്താണ്, ഡി മേജർ എന്താണ്, സി ഷാർപ്പ് എന്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങ് ഒന്നും പഠിക്കാത്ത ഞാൻ കീബോർഡ് വായിച്ചാൽ ആൾക്കാർക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കും, കുറെ ഞാൻ ഈ എന്നൊക്കെ ശബ്ദം കേൾക്കുമെന്നല്ലാതെ അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് പിടികിട്ടത്തില്ല. എന്നാൽ കീബോർഡിൽ എക്സ്പെർട്ടായ ഒരാള് വായിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അത് മാധുര്യമുള്ള ഒരു പാട്ടായിട്ട് അവർക്കത് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റും. ആ ആശയത്തെ അവരുടെ അടുക്കലേക്ക്, ആ പാട്ടിനെ, ആ ട്യൂണിനെ
അത് കേൾക്കുന്ന ശ്രോതാക്കളിലേക്ക് എടുത്തു കൊണ്ടുപോകാൻ ഒരു എക്സ്പെർട്ടിന് കഴിയും. അതപ്പോ ആ ഋതം അനുസരിച്ച്, ആ പിച്ച് അനുസരിച്ച്, ആ ട്യൂൺ അനുസരിച്ച്, ആ താളം അനുസരിച്ചെല്ലാം ആ കീസിനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഫിംഗറിങ് ചെയ്യുകയാണ്. അതുപോലെ ഓടക്കുഴലായാലും വീണയായാലും സ്ട്രിങ്സ് ആയാലും ആ കറക്റ്റ് പിച്ചിങ്ങില് കറക്റ്റ് നോട്ട്സ് അദ്ദേഹം പ്ലേ ചെയ്യുമ്പോഴാണ് അതൊരു പാട്ടായി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോ എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ, ആ പാട്ടിന്റെ ട്യൂൺ നമുക്ക് നന്നായിട്ട് അറിയാം. ആ പാട്ട് പഠിച്ച ഒരാള് കീബോർഡിൽ അദ്ദേഹം വായിക്കുമ്പോൾ തന്നെ ഈ പാട്ട് അറിയാവുന്ന ആളുകളിലേക്ക് ഈ ട്യൂൺ എത്തുമ്പോൾ അവർ ഉടനെ കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങും, പാടാൻ തുടങ്ങും, അവരത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ എന്തതിശയമേ കീബോർഡിൽ എങ്ങനെ പാടണമെന്ന് അറിയാത്ത ഞാൻ എന്തതിശയമേ എന്നാണ് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ട്, എന്റെ മനസ്സിൽ പാടിക്കൊണ്ട് കീസിൽ വിരൽ വെക്കുമ്പോ അത് കേൾക്കുന്നവർക്ക് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമെന്ന് കേൾക്കത്തില്ല. അവർക്ക് കുറെ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള ഈണം അവർക്ക് ലഭിക്കത്തില്ല. അതാ അപ്പോസ്തലൻ പൗലോസോടെ 14:7 പറയുന്നത്, വ്യത്യസ്ത നാദങ്ങൾ വ്യക്തമാക്കിയില്ലെങ്കിൽ ആ പുറപ്പെടുവിക്കുന്ന ശബ്ദം അത് വ്യക്തമായിട്ട് ഏത് പാട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരു ശബ്ദം മാത്രമായി തീരുകയാണ്. ഈണം മനസ്സിലാക്കാൻ, ഇപ്പൊ നമുക്കൊരു ട്യൂൺ മനസ്സിലാക്കണമെങ്കിൽ അതിലെ ഓരോ നാദവും വ്യക്തമായി നീട്ടിയെങ്കിലേ കഴിയുകയുള്ളൂ. ഇതിന് പൗലോസ് അപ്പോസ്തലൻ കൃപാവരങ്ങളുടെ യൂസേജിനെ ഈ സംഗീതോപകരണങ്ങൾ വായിക്കുന്നതുമായിട്ട് താരതമ്യപ്പെടുത്തി സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു കീബോർഡ് വായിച്ചാലും ശരി, ഒരു പിയാനോ ആവട്ടെ, ഒരു സാക്സഫോൺ ആവട്ടെ, ഒരു ക്ലാർനെറ്റ് ആവട്ടെ, എന്ത് സംഗീതോപകരണമായാലും, ഈവൻ ഒരു തബലയാവട്ടെ, അല്ലെങ്കിൽ ഒരു ഡ്രം സെറ്റ് ആവട്ടെ, എന്താണെങ്കിലും ആ ഉപയോഗിക്കുന്ന സാധനത്തിന് കറക്റ്റ് ആയിട്ടുള്ള നാദം, കറക്റ്റ് ആയിട്ടുള്ള റിതം, കറക്റ്റ് ആയിട്ടുള്ള ഈണം വന്നെങ്കിലേ കേൾക്കുന്നവർക്ക് അത് എന്ത് ചെയ്യത്തുള്ളൂ, പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുപോലെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവന്റെ ഭാഷണത്തിനകത്ത്, അന്യഭാഷാ ഭാഷണം ഒരു ഋതമിനകത്തേക്ക് വരണം. അതിനകത്തൊരു ട്യൂണുണ്ട്, അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് അവൻ പറയാതെ വെറും ശബ്ദം, അന്യഭാഷ മാത്രം സംസാരിക്കുമ്പോൾ അവർക്ക് കുറെ ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ. അതിന്റെ താഴെ അദ്ദേഹത്തിന്റെ താഴേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നല്ലോ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നീ എനിക്ക് ബർബരനായിരിക്കും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബർബരനായിരിക്കും. നിങ്ങൾ നന്നായി സ്തുതിക്കുന്നുണ്ട്. അന്യഭാഷ പറയുന്നവൻ അന്യഭാഷയിൽ ചിലപ്പോൾ ദൈവത്തെ നന്നായി സ്തുതിക്കുന്നുണ്ട്, അന്യഭാഷയിൽ നന്നായിട്ട് അദ്ദേഹം പാടുന്നുണ്ട്, അന്യഭാഷയിൽ കർത്താവിനെ നന്നായിട്ട് ഉയർത്തുന്നുണ്ട്. പക്ഷെ കേട്ടിരിക്കുന്ന മറ്റൊരാൾക്ക് ഇദ്ദേഹം എന്താണ് കർത്താവിനെ സ്തുതിച്ച് പറയുന്നതെന്ന് മനസ്സിലാകത്തിടത്തോളം കാലം അദ്ദേഹത്തിന് നിന്നോടൊപ്പം ചേർന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്തുതിക്കാൻ കഴിയത്തില്ല. നിന്നോടൊപ്പം ചേർന്ന് കർത്താവിനെ ഉയർത്താൻ കഴിയത്തില്ല. നിന്നോടൊപ്പം ചേർന്ന് കർത്താവിനെ നീ ആരാധിക്കുന്ന അതേ മനോഭാവത്തിൽ, നീ ആരാധിക്കുന്ന അതേ ഹോളിനെസ്സിൽ, നീ ആരാധിക്കുന്ന അതേ ശ്രേഷ്ഠതയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. അപ്പോ അങ്ങനെ വരുമ്പോ പൗലോസ് പറയുകയാണ്, വ്യാഖ്യാനിക്കുന്നവൻ സഭയിൽ ഇല്ലെങ്കിൽ അന്യഭാഷ പറയുന്നവൻ താനും ദൈവവുമായിട്ട് മാത്രം സംസാരിക്കട്ടെ. അപ്പോ തന്നെ അന്യഭാഷ വിലക്കാൻ പൗലോസ് അപ്പോസ്തലൻ സമ്മതിക്കുന്നില്ല. ഇതേ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ വരുമ്പോ കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായിട്ട് സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. 1 കൊരിന്ത്യർ 14:39, അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, നിങ്ങൾ പ്രവചനം ആഗ്രഹിക്കുക, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നതിൽ നിന്നും ജനങ്ങളെ വിലക്കാതിരിക്കുക. അതുകൊണ്ട് വ്യാഖ്യാനം ഇല്ലാത്തത് കൊണ്ട്, വ്യാഖ്യാനമില്ലെങ്കിൽ സഭകളിൽ പ്രവചനം ഉണ്ടാകണം. അപ്പം വ്യാഖ്യാനം ഉണ്ടെങ്കിൽ വ്യാഖ്യാനിയും പ്രവാചകനും തുല്യ സ്ഥാനമാണ്. ഒരുവൻ ഭാഷകളെ വ്യാഖ്യാനിക്കുന്നവനും പ്രവചിക്കുന്നവനും ഒരേ സ്ഥാനമാണ് പൗലോസ് സഭയ്ക്കകത്ത് നൽകുന്നത്. അപ്പൊ അന്യഭാഷ ഒത്തിരി ഒരു ഗ്രേഡ് കുറഞ്ഞ കൃപാവരം എന്നുള്ള അർത്ഥത്തിലല്ല. അന്യഭാഷ എന്ന് പറയുന്നത് ഒരുവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്താൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു ടൂളാണ്. തന്നെത്താൻ ആത്മിക വർധന വരുത്തേണ്ടതിന് ദൈവം ഒരുവന് നൽകിയിരിക്കുന്ന സ്പിരിച്വൽ വെപ്പൺ അല്ലെങ്കിൽ സ്പിരിച്വൽ ഇൻസ്ട്രുമെന്റ് എന്നോ ടൂൾ എന്നോ ഒക്കെ അന്യഭാഷയെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ അന്യഭാഷ അവൻ തനിക്ക് തന്നെ മാത്രം ആത്മിക വർധനത്തിൽ വരുത്തിക്കൊണ്ട് സഭയ്ക്കകത്ത് വരുമ്പോ അത് മറ്റൊരാളെ കൂടെ വളർത്താൻ സഹായിക്കുന്നില്ലെങ്കിൽ അവൻ ശാന്തമായി, എന്ന് വെച്ച് മിണ്ടാതിരിക്കാനല്ല, വായ്പൂട്ടിയിരിക്കാനല്ല പറഞ്ഞത്, അവൻ ശാന്തമായി തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അപ്പോഴും അവിടെ വ്യാഖ്യാതാവ് ഉണ്ടെങ്കിൽ അവൻ സംസാരിക്കട്ടെ. അപ്പൊ വ്യാഖ്യാതാവിന്
അന്യഭാഷകളുടെ വ്യാഖ്യാനത്തിന് സഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അപ്പോസ്തലനായ പൗലോസ് നൽകുന്നുണ്ട്. നമ്മുടെ സഭകളിലും ഈ നൂറ്റാണ്ട് നമ്മുടെ സഭകളിലും അങ്ങനൊരു പങ്ക് നൽകാൻ നമുക്ക് കഴിയട്ടെ. നമ്മൾ ആഗ്രഹിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ വെറും അന്യഭാഷയിൽ മാത്രം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, അതൊരു ശൈശവത്തിന്റെ കാലഘട്ടം പോലെയാണ്, അതൊരു ശൈശവം പോലെയാണ്. എനിക്ക് മാത്രം വേണം, ഞാൻ മാത്രം കുടിച്ച് ഞാൻ മാത്രം വളരണമെന്നുള്ളത് ശൈശവ ചിന്താഗതിയാണ്. എന്നാൽ എന്നെ കൊണ്ട് മറ്റൊരാളെ കൂടെ വളർത്താൻ, വേറൊരാൾക്ക് കൂടെ പ്രയോജനപ്പെടുന്ന നിലയിൽ ഞാൻ മാറുമ്പോൾ ഞാൻ മുതിർന്നയാളാകും, ഞാൻ വളരുകയാണ്. അപ്പൊ ആ വളർച്ച, എന്നിലെ ആത്മീക വളർച്ച എല്ലാ കാലത്തും അന്യഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അന്യഭാഷയിൽ നിന്ന് വ്യാഖ്യാനത്തിലേക്കും, വ്യാഖ്യാനത്തിൽ നിന്ന് പ്രവചനത്തിലേക്കും, പ്രവചനത്തിൽ നിന്ന് പരിജ്ഞാനത്തിന്റെ വചനത്തിലേക്കും, ജ്ഞാനത്തിന്റെ വചനത്തിലേക്കും, ഇങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടുത്ത കൃപാവരങ്ങളിലേക്ക് നിങ്ങൾ, ആ കൃപാവരങ്ങളുടെ പ്രദർശനത്തിലേക്ക് നിങ്ങൾ വരുംതോറും നിങ്ങൾ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക്, മറ്റുള്ളവരുടെ ആത്മീക വർധനവിന് നിങ്ങൾ പ്രയോജനമുള്ളവരായി തീരുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോ അതിനർത്ഥം എന്തെന്നറിയാമോ? നിങ്ങൾ ഞാൻ അവിടെ നമ്മുടെ 7-ാം വാക്യത്തിൽ ഓടക്കുഴലോ വീണയോ പോലുള്ള ശബ്ദമുണ്ടാക്കുന്ന നിർജീവ സാധനങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതിന്റെ 8-ാം വാക്യത്തിൽ യുദ്ധത്തിൽ കാഹളം വ്യക്തമായി മുഴക്കപ്പെട്ടില്ലെങ്കിൽ യുദ്ധത്തിന് സജ്ജരാകേണ്ടത് എപ്പോഴാണെന്ന് പട്ടാളക്കാർക്ക് അറിയാൻ കഴിയില്ല. അപ്പം അവിടെ അടുത്തൊരു മിലിറ്ററി ക്യാമ്പിനോട് സഭയെ കർത്താവിന്റെ ദാസൻ സാദൃശ്യപ്പെടുത്തുകയാണ്. മിലിറ്ററി ക്യാമ്പിലേക്ക് പോവുകയാണ് അദ്ദേഹം. മിലിറ്ററി ക്യാമ്പിനകത്ത് ഒരു യുദ്ധത്തിന് അവർ തയ്യാറാണ്. ശത്രു സൈന്യത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അലർട്ട്നെസ് അവർക്ക് കൊടുക്കുന്നതാണ് കാഹളം, അല്ലെ? അവർക്ക് ആർമിക്കാരുടെ പലതരത്തിലുള്ള കാഹളങ്ങളുണ്ട്. ഈ മാർച്ചിങ്ങിന് വേണ്ടി ഒരുങ്ങാനുള്ള കാഹളമുണ്ട്, പിന്നെ യുദ്ധത്തിന് പോകാനുള്ള പലതരത്തിലുള്ള ഓരോ കാഹളം ഊതുന്ന രീതി അനുസരിച്ചാണ് അവർ പ്രിപ്പയർ. അവർക്കറിയാം, ഓരോ പട്ടാളക്കാരനും അറിയാം ഇന്ന കാഹളം ഇന്ന ശബ്ദം എന്തിനു വേണ്ടിയാണ്. കാഹളം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, കാഹളം ഒരൊറ്റ പ്രാവശ്യം മാത്രം ഊതിയാൽ എന്ത് ചെയ്യണം. കാഹളം നീട്ടി, അങ്ങനെ ലോങ് സൗണ്ടായിട്ട് കാഹളം മീട്ടിയാൽ അതിനെന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനെയെല്ലാം പഴയ ദിനത്തിൽ ദൈവജനം ഇസ്രായേലിന് അവർ യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് അവരുടെ പാളയത്തിൽ നിന്ന് യാത്ര പുറപ്പെടാൻ ഒരു തരത്തിലുള്ള കാഹളമുണ്ട്. ഒരു ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരു തരത്തിലുള്ള കാഹളമുണ്ട്. പെസഹയ്ക്ക് അല്ലെങ്കിൽ പെരുന്നാളുകൾക്ക് കൂടി വരാൻ പ്രത്യേകം കാഹളങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാഹളങ്ങളുണ്ട്. ഓരോ കാഹളവും ഓരോ തരത്തിലുള്ള ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ആ ശബ്ദത്തിന്റെ വെറൈറ്റി അനുസരിച്ച്, വ്യത്യസ്തത അനുസരിച്ച് ജനം അതിന് തക്കവണ്ണം സജ്ജരാവുകയാണ്. അപ്പോൾ അന്യഭാഷ പറയുന്നവൻ ആ കറക്റ്റ് മെസ്സേജ് ജനത്തോട് കൺവേ ചെയ്യാൻ കഴിയാത്തവനാണ് അന്യഭാഷ മാത്രം പറയുന്നത്. അവന് മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റത്തില്ല. അവൻ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, അവൻ നന്നായി സ്തുതിക്കുന്നുണ്ട്, അത് തെറ്റായ കാര്യമല്ല, നന്നായി പാടുന്നുണ്ട്, ആത്മാവിൽ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, ആത്മാവിൽ നന്നായി ദൈവത്തെ മഹത്വപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് വേറൊരാളെ എഴുന്നേൽപ്പിക്കാനോ, വേറൊരാളെ ഉത്തേജിപ്പിക്കാനോ, വേറൊരാളെ പ്രബോധിപ്പിക്കാനോ, വേറൊരാളെ പ്രോത്സാഹിപ്പിക്കാനോ, മറ്റൊരാളെ ശക്തീകരിക്കാനോ കഴിയാത്തതായി മാറുന്നു. വെറും അന്യഭാഷ ഭാഷണമാകുമ്പോൾ അത് മറ്റൊരാൾക്ക് ഒരു വിധത്തിലും പ്രയോജനമുള്ളതായി തീരുന്നില്ല. എന്നാൽ അതിനകത്ത് വ്യാഖ്യാതാവ് വരുമ്പോൾ, മറ്റൊരാൾ വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ ഈ അന്യഭാഷാ ഭാഷണം ഉപയോഗിക്കുന്ന ആൾ തന്നെ ഈ ഭാഷകളെ വ്യാഖ്യാനിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് പ്രയോജനമുള്ളതായി തീരുകയാണ്, സഭയ്ക്ക് പ്രയോജനമുള്ളതായി തീരുകയാണ്. ആ അന്യഭാഷ വേറൊരാളെ പ്രോത്സാഹിപ്പിക്കും, വേറൊരാളെ ആശ്വസിപ്പിക്കും, വേറൊരാളെ ധൈര്യപ്പെടുത്തും, വേറൊരാളെ സജ്ജരാക്കും, വേറൊരാളെ ശക്തരാക്കും, വേറൊരാളെ ജാഗ്രത ഉള്ളവനാക്കും, വേറൊരാളെ കുറെ കൂടെ ശക്തിയോടെ ഓടാൻ പ്രാപ്തനാക്കും. ഇങ്ങനെ അവൻ അടുത്ത സ്റ്റെപ്പ് എന്താണോ ആത്മമണ്ഡലത്തിൽ ആ മനുഷ്യൻ ചെയ്യേണ്ടത്, ആ മനുഷ്യന് ആവശ്യമായ സന്ദേശം അന്യഭാഷാ ഭാഷണത്തിൽ നിന്നും വ്യാഖ്യാനിക്കുന്നതിലൂടെ മറ്റൊരാൾക്ക് നൽകാൻ ഈ വ്യാഖ്യാതാവിന് കഴിയും. അതുകൊണ്ടാണ് വ്യാഖ്യാതാവും പ്രവാചകനും, അല്ലെങ്കിൽ വ്യാഖ്യാന വരം പ്രാപിച്ചയാളും പ്രവാചകനെയും ഒരേ തരത്തിൽ, ഒരേ സമതുലിതമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, സമഭാവനയിൽ പൗലോസിനെ കാണാം. രണ്ടുപേരും ഒരേപോലെ, ഒരേ തട്ടിൽ, പ്രവാചകനെയും വ്യാഖ്യാതകനെയും ഒരേ തട്ടിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇരുത്തുന്നത്. അപ്പോ വ്യാഖ്യാന വരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
അതിന്റെ 23-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സഭ മുഴുവനും കൂടി വരികയും നിങ്ങൾ എല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ സഭ ഹോൾ ചർച്ച് കൂടി വരുമ്പോൾ, അത് 10 പേരാകാം, 20 പേരാകാം, എത്ര പേരാകാം, ഹോൾ ചർച്ച് കൂടി വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കുക. എല്ലാവരും ഒരേ ഭാഷകളിൽ സംസാരിക്കുന്നു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടബിളായ കാര്യമാണ്. എന്താണെന്നറിയാമോ, ഒരു സഭയിൽ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 10 വിധത്തിലുള്ള ഭാഷകളാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ വിധത്തിലുള്ള, അവരവർക്ക് പ്രത്യേക തരത്തിലുള്ള ഭാഷകളാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. എല്ലാവർക്കും ഒരുപോലെയുള്ള ഭാഷകളല്ല പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഓരോരുത്തരും വ്യത്യസ്ത 10 പേര് ഇപ്പം കൂടി വരുന്ന അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ 10 പേര് വ്യത്യസ്ത നിലകളിലാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഷകളാണ് അവർ സംസാരിക്കുന്നത്. ആ വ്യത്യസ്തമായ ആത്മീയ ഭാഷകളാണ് അവർ ഉപയോഗിക്കുന്നത്. എല്ലാവരും ഒരേപോലത്തെ ആ ഭാഷയല്ല ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ എല്ലാവരും ഒരേ പലവിധ ഭാഷകളിൽ സംസാരിക്കുക മാത്രം ചെയ്യുന്നു എന്നിരിക്കട്ടെ, ഈ ആത്മീക വരത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളോ അവിശ്വാസിയായോ ഒരാളോ അവരുടെ ഇടയിലേക്ക് വന്നു എന്നിരിക്കട്ടെ, അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി പറയും, ഇവർക്ക് എല്ലാവർക്കും ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇവർക്ക് മൈൻഡ് ഔട്ടായി പോയി, ഇവര് വേറെ എന്തോ തരത്തിലാണെന്ന് അവർ ചിന്തിക്കും. പക്ഷെ അടുത്ത വാക്യം പറയുക, സഭയുടെ ക്രമീകരണത്തെ പറയും. അടുത്ത വാക്യം 24-ാം വാക്യത്തിൽ പറയുകയാണ്, പക്ഷെ നിങ്ങൾ എല്ലാവരും പ്രവചിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പൊ അവിടെയാ പുതിയൊരാള് ചർച്ചിനകത്തേക്ക് എൻ്റർ ആകുമ്പോൾ, ഈ കൂട്ടായ്മയ്ക്കകത്തേക്ക് പുതിയൊരാള് പ്രവേശിക്കുമ്പോൾ ആ ആൾക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ സഭയുടെ ശുശ്രൂഷകളെ ക്രമീകരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ സഭയോട് പ്രബോധിപ്പിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രവചിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു അവിശ്വാസിയോ അല്ലെങ്കിൽ ആത്മവരങ്ങളെ കുറിച്ച് അറിവില്ലാത്ത ഒരാളോ അങ്ങോട്ട് വരുന്നു എന്നിരിക്കട്ടെ, അങ്ങനെ നിങ്ങൾ എല്ലാവരും പ്രവചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവചനത്താൽ അയാളുടെ പാപത്തെ കുറിച്ചുള്ള ബോധം ജനിക്കുകയും, എന്ന് വെച്ചാൽ അയാളുടെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് ഈ പ്രവാചകന്മാരിലൂടെ അദ്ദേഹത്തിന് ബോധ്യം വരികയും, അടുത്ത ലാസ്റ്റ് പറയുന്നത് എങ്ങനെയാണ്, അദ്ദേഹം കവിണ്ണു വീണ് പറയും, നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ട്, സത്യമായും നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ടെന്ന് പറയും. എപ്പോൾ അയാൾ ആ പ്രവചനം കേൾക്കുകയും അയാളുടെ മനസ്സിലെ, അയാളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ ഈ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹം കവിണ്ണു വീണ് പറയും, സത്യമായും ദൈവം നിങ്ങളോടുകൂടെയുണ്ട്. അപ്പോ വെറും അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്ക് അതെന്ത് ചെയ്യുന്നില്ല, പ്രയോജനപ്പെടുന്നില്ല. ഈ ഭാഷാവരത്തെ കുറിച്ച് അറിയാവുന്നവരും ഭാഷയിൽ അല്ലെങ്കിൽ കൃപാവരങ്ങളിൽ അനുഭവ സമ്പത്തുള്ളവർക്കും അതൊരു വിഷയമല്ല. ഇപ്പോ 10 പേരിരിക്കുകയാണ്, 10 പേർക്കും ആത്മവരങ്ങളെ കുറിച്ചുള്ള അറിവുണ്ട്, അന്യഭാഷയെ കുറിച്ചുള്ള അറിവുണ്ട്. ഈ 10 പേരും ഒരു മാത്രം ഇരുന്ന് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മീക വരങ്ങളെ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ആത്മീയ വരങ്ങളെ കുറിച്ച് അറിവുള്ള 10 പേർ മാത്രം ഒരുമിച്ചിരുന്ന് അന്യഭാഷ പറയുമ്പോൾ ഇവിടെ വ്യാഖ്യാനിച്ചില്ലേലും വിഷയമില്ല. കാരണം അവർക്കതൊരു ടെൻഷൻ ഇല്ല. അതിനകത്ത് ഇവർക്ക് ഭ്രാന്താണെന്നോ ഇവർക്കൊന്നും ഇല്ലെന്നോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇതൊന്നുമില്ലാത്ത മറ്റൊരാള് ഇതിനകത്ത് വരുമ്പോ അദ്ദേഹത്തിന് നിങ്ങളുടെ ഭാഷ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് വിഷയമാണ്. അദ്ദേഹത്തിനത് യൂസ്ലെസ് ആണ്. നിങ്ങളുടെ കൂട്ടായ്മ യൂസ്ലെസ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്യാതറിംഗ് ആ ആത്മവരം ഇല്ലാത്ത മനുഷ്യന്, ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത മനുഷ്യനും പ്രയോജനപ്പെടേണ്ടതിന് ഒന്നുകിൽ വ്യാഖ്യാനിക്കപ്പെടണം, അല്ലെങ്കിൽ പ്രോഫസി എന്ന ഗിഫ്റ്റ് അവിടെ വെളിപ്പെടണം. അതുകൊണ്ട് പ്രവചനമില്ല എങ്കിൽ, അപ്പോ ആ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പ്രവചനം മാത്രമല്ല, അന്യഭാഷയിൽ സംസാരിക്കുന്നയാള് ആ അന്യഭാഷയ്ക്കകത്ത് ആ വ്യക്തിയുടെ രഹസ്യങ്ങൾ ആത്മാവിൽ ദൈവം ഇദ്ദേഹത്തിന്റെ വായിലൂടെ വരുന്ന അന്യഭാഷകളിലൂടെ ആ വ്യക്തിയുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, വ്യാഖ്യാനി ഇല്ലാത്തത് കൊണ്ട് അതിനെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല, മറ്റാരും അത് അറിയുന്നില്ല. പക്ഷെ ഒരു വ്യാഖ്യാനി ഉണ്ടെങ്കിൽ, അന്യഭാഷ പറയുന്ന ഒരുവനിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ആ പുതുതായി വന്ന ആളിന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ വ്യാഖ്യാനി അല്ലെങ്കിൽ വ്യാഖ്യാതാവ് അത് വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടും. പ്രവാചകൻ പ്രവചിക്കുമ്പോൾ എങ്ങനെ ഒരാൾ കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കി വാസ്തവമായി നിങ്ങളുടെ മധ്യേ ദൈവമുണ്ടെന്ന് പറയുമോ, അതുപോലെ തന്നെ ഒരുവൻ ഭാഷകളെ വ്യാഖ്യാനിക്കുമ്പോഴും അത് തന്നെ സംഭവിക്കുകയാണ്. ആമേൻ. സോ
ആമേൻ. നമുക്ക് ദൈവം നൽകുന്ന മെസ്സേജിനെ, അന്യഭാഷയിലൂടെ കർത്താവ് നമുക്ക് കൈമാറുന്ന സന്ദേശത്തെ, സഭയ്ക്ക് കൈമാറുന്ന സന്ദേശത്തെ അന്യഭാഷാ ഭാഷണം ഉപയോഗിക്കുന്ന വ്യക്തിയിൽ നിന്ന് പിടിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ സ്പിരിറ്റിനകത്ത് ദൈവവും അദ്ദേഹവുമായിട്ട് ഇന്റിമേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് സീക്രട്ട് കൈമാറുന്ന, രഹസ്യം കൈമാറുന്ന ആ ബന്ധത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി, അല്ലെങ്കിൽ അതിനകത്തേക്ക് പ്രവേശിച്ച് അതിനകത്തുള്ള സന്ദേശങ്ങളെ പിടിച്ചെടുത്ത്, എന്ന് വെച്ചാൽ പണ്ട് നമുക്കറിയാം, ഇപ്പൊ എല്ലാ വീട്ടിലും കേബിൾ ആണല്ലേ, DTHും ഡിഷും കാര്യങ്ങളൊക്കെയാണ്. ഒരു കാലഘട്ടത്തിൽ ആന്റീനയാണ് ഉപയോഗിച്ചിരുന്നത് അല്ലെ, ആന്റീന ഉപയോഗിച്ച്. അപ്പം ആന്റീന ആ ചാനൽ മാറ്റുമ്പം ഓരോ ചാനലിനകത്തുള്ളത് ഇതേ എയറിൽ കൂടെ പോകുന്ന ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ, വിദ്യുത് കാന്തിക തരംഗങ്ങളെ ഈ ആന്റിന എന്ത് ചെയ്യും, പിടിച്ചെടുത്ത് നമ്മുടെ ടിവിയിലോ നമ്മുടെ റേഡിയോയിലോ ശബ്ദമായിട്ടും ദൃശ്യ ശബ്ദ തരംഗങ്ങളായിട്ട് തരുമ്പോഴാണ് നമ്മൾ മൂവി കാണുന്നത്, വാർത്ത കേൾക്കുന്നത്, കളി കാണുന്നത്, എല്ലാം ആ ആന്റിന വഴി പിടിച്ചെടുക്കുമ്പോഴാണ്. ഇതുപോലെ ദൈവവും ഒരു അന്യഭാഷ പറയുന്ന ഒരാളും തമ്മിൽ ആശയവിനിമയം നടത്തുന്ന ആ രഹസ്യ ബന്ധത്തിനകത്ത്, ആ ബന്ധത്തിന്റെ രഹസ്യ ഭാഷണത്തിനകത്തേക്ക് വ്യാഖ്യാതാവെന്ന മനുഷ്യൻ അകത്ത് കയറി ചെന്ന് ഈ ആന്റിന കൊണ്ട് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ അവർക്കിടയിലുള്ള രഹസ്യങ്ങളെ വ്യാഖ്യാതാവ് അതിനിടയിലേക്ക് കയറി ചെന്ന് വലിച്ചെടുത്ത് അതിനെ പിടിച്ചെടുത്ത് സഭയ്ക്ക്, പൊതുസഭയ്ക്ക് എന്ത് ചെയ്യുന്നു, അനുഗ്രഹമാകേണ്ടതിന്, പൊതുസഭയുടെ ആത്മിക വർധനവിന് ഉതകേണ്ടതിന്, പൊതുസഭയുടെ വളർച്ചയ്ക്ക് സഹായിക്കേണ്ടതിന് നൽകുന്ന ഒരു ശ്രേഷ്ഠമായ ദൗത്യമാണ് ഭാഷകളുടെ വ്യാഖ്യാതാവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് പ്രവചനം നിങ്ങൾ വാഞ്ചിക്കുന്നത് പോലെ തന്നെ അന്യഭാഷാ ഭാഷണത്തിന്റെ വ്യാഖ്യാന വരങ്ങളും നിങ്ങൾ വാഞ്ചിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. എത്ര പേരത് വിശ്വസിക്കുന്നു? അപ്പോൾ അന്യഭാഷ പ്രവചനത്തിന് തുല്യമായ നിലയിലാണ് അന്യഭാഷ വ്യാഖ്യാനവും നിൽക്കുന്നത്. ഇത് രണ്ടും ഇപ്പോ ഭാഷ മാത്രം പറയുകയല്ല, ഭാഷയെ വിവർത്തനം ചെയ്യണം. അതായത് അത് നിങ്ങൾ ഓർഡർലി വർഷിപ്പ്, അത് ദൈവസഭയിലെ ആരാധന എപ്പോഴും ഒരു ഓർഡറിലായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അതൊരു ഓർഡർ, അതൊരു ക്രമത്തിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ 14-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് 40-ാം വാക്യത്തിൽ പറയുന്നത്, മറ്റൊരു സാധാരണ മലയാള ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ഉചിതമായും ക്രമമായും നടക്കട്ടെ, എല്ലാം ഉചിതമായും, ഡീസന്റ് ആൻഡ് ഇൻ ഓർഡർ, ബി ഇൻ ഡീസന്റ് ആൻഡ് ഇൻ ഓർഡർ. അപ്പൊ എല്ലാം ഡീസന്റ് ആയിട്ട് ചെയ്യണം, എല്ലാം ഓർഡർ ആയിട്ട് ചെയ്യണം, ക്രമമായിട്ട് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. അതിനകത്ത് ഈ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ഈ എല്ലാവരും കൂടെ അന്യഭാഷ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരറിവില്ലാത്ത മനുഷ്യൻ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡിനകത്ത് ഭയങ്കര കൺഫ്യൂഷൻ. ഇതെന്താണ്, എന്ത് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വന്ന് 2-3 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു, യുവമാരെന്തൊക്കെയോ ഭാഷയിൽ അങ്ങ് തകർക്കുന്നുണ്ട്, എനിക്കൊന്നും. അദ്ദേഹത്തിന്റെ മൈൻഡ് ആകപ്പാടെ കൺഫ്യൂസാണ്, ആകപ്പാടെ ആശയക്കുഴപ്പത്തിലാണ്. അപ്പൊ ദൈവം ആശയക്കുഴപ്പത്തിന്റെ ദൈവമല്ല. God is not a God of confusion. Our God is not a God of confusion. Our God is a God of peace. ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്, ആശയക്കുഴപ്പത്തിന്റെ ദൈവമല്ല. അപ്പോ ഈ ആ സഭയ്ക്കകത്ത് ദൈവം കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നതിന് ഒരു ക്രമം വെച്ചിട്ടുണ്ട്. അതും ഇതേ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്. 26-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ കൂടി വരുമ്പോൾ ഒരാൾക്ക് പാട്ടുണ്ട്, മറ്റൊരാൾക്ക് ഉപദേശമുണ്ട്, വേറൊരാൾക്ക് ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട്, ഒരു പുതിയ സത്യമുണ്ട്. ഇനി ഒരാൾ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കുന്നു, വേറൊരാളാവട്ടെ ആ ഭാഷ വിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങളുടെ എല്ലാം ലക്ഷ്യം, ഇത് ഈ വരങ്ങൾ എന്താണ്? പാട്ട്, ഉപദേശം, വെളിപ്പാട്, ഭാഷകളുടെ വ്യാഖ്യാനം. ഇതെല്ലാം എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? സഭയെ ഒരുമിച്ച് പണിത് ശക്തമാക്കുക എന്ന അൾട്ടിമേറ്റായ ഒരു ഡിവൈൻ പർപ്പസ് ആണ് ഈ എല്ലാ കൃപാവരങ്ങൾക്കകത്തും ഉള്ളത്. അപ്പൊ അന്യഭാഷയെ സംബന്ധിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സഭയുടെ ആത്മീക വളർച്ചയാണ് അന്യഭാഷയെ കുറിച്ചും ദൈവത്തിന്റെ ഉദ്ദേശം. എന്നാൽ എപ്പോഴാണ് ആ ഉദ്ദേശം സാധ്യമായി തീരുന്നത്? അന്യഭാഷയെ ഒരാൾ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമാണ് അന്യഭാഷയെ കുറിച്ചുള്ള ദൈവത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം, ദ അൾട്ടിമേറ്റ് പർപ്പസ്, സാധ്യമായി തീരുന്നത്. അപ്പോൾ അതിന്റെ പർപ്പസ് ഒരാളുടെ ആത്മീക വർധനവ് തന്നെയാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, നിങ്ങൾ പേഴ്സണലി പ്രയർ ചെയ്യുമ്പോൾ, വീട്ടിനകത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ
ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഏറ്റവും മണിക്കൂറുകൾ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സമയം വേർതിരിക്കുക. എന്നാൽ വെൻ യു കം ഇൻ ടു ദ ചർച്ച്, വെൻ യു കം ഇൻ ടു ദ ഫെലോഷിപ്പ്, നീ കൂട്ടായ്മയ്ക്കകത്തേക്ക് വരുമ്പോ, സഭയിലേക്ക് വരുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ മാത്രം പണിയുന്ന ഒരു ശുശ്രൂഷ വിട്ടിട്ട് സഭയെ പണിയുന്ന ശുശ്രൂഷയുടെ ഒരടുത്ത തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾ ശ്രമിക്കണം, ഉയരാൻ നിങ്ങൾ വാഞ്ചിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് വ്യാഖ്യാനപരത്തിനായിട്ടും പ്രവചനപരത്തിനായിട്ടും നിങ്ങൾ വാഞ്ചിക്കണം. വ്യാഖ്യാനപരത്തെ വാഞ്ചിക്കണം, പ്രവചനപരത്തെ വാഞ്ചിക്കണം. മറ്റൊരാളുടെ ഭാഷയെ വ്യാഖ്യാനിച്ചില്ലേലും ഞാൻ സംസാരിക്കുന്ന ഭാഷ എനിക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ കഴിയണം എന്നുള്ള ഒരു വാഞ്ച, ഡിസയർ ഒന്നാമത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. 2, എനിക്ക് പ്രവചിക്കണം. കാരണം പ്രവചിക്കുന്നവനും വ്യാഖ്യാനിക്കുന്നവനും ഇവർ രണ്ടുപേരും സഭയുടെ ആത്മീക വളർച്ചയെ സഹായിക്കുകയാണ്, ബിൽഡപ്പ് ചെയ്യുകയാണ്, ചർച്ചിനെ ബിൽഡപ്പ് ചെയ്യുകയാണ്. അതർ ടങ്സ്, അന്യഭാഷ സ്വയം ബിൽഡപ്പ് ചെയ്യുമ്പോൾ, സെൽഫ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ, പ്രവചനവും ഇന്റർപ്രിട്ടേഷനും ചർച്ചിനെ ബിൽഡപ്പ് ചെയ്യുകയാണ്. സോ പൗലോസപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് മാത്രം പ്രയോജനമുള്ളവരാകാതെ മറ്റുള്ളവർക്കും നിങ്ങൾ പ്രയോജനമുള്ളവരാകണം. അത് 12-ാം അധ്യായത്തിൽ നമ്മൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനെ 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, ആത്മാവിൽ നിന്നുള്ള ഒരു പ്രദർശനം ഓരോരുത്തരിലും കാണാം. അത് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നത്, അല്ലെ? പൊതുപ്രയോജനത്തിന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാനാണ് ആത്മാവ് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകൾ നൽകുന്നത്, പ്രാപ്തികൾ നൽകുന്നത്, പ്രകാശനങ്ങൾ നൽകുന്നത്. ഒരാൾക്ക് ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നു, മറ്റൊരാൾക്ക് പരിജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള കഴിവ് നൽകുന്നു, വേറൊരാൾക്ക് വിശ്വാസം എന്ന വരം കർത്താവ് നൽകുന്നു, മറ്റൊരാൾക്ക് രോഗസൗഖ്യത്തിനുള്ള വരം അതേ ആത്മാവ് തന്നെ നൽകുന്നു, മറ്റൊരാൾക്ക് വീര്യപ്രവർത്തികൾക്കുള്ള കഴിവും, വേറൊരാൾക്ക് പ്രവചനവും, മറ്റൊരാൾക്ക് ആത്മാക്കളെ വിവേചിക്കുന്നു വെച്ചാൽ നല്ലതും ചീത്തയുമായ ആത്മാവിനെ തിരിച്ചറിയാനുള്ള കഴിവും നൽകുന്നു. ഒരാൾക്ക് വിവിധ ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവാണ് ആത്മാവ് നൽകുന്നത്. ആ ഭാഷകൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവാണ് മറ്റൊരാൾക്ക് നൽകുന്നത്. അതേ ആത്മാവ് ഇതെല്ലാം ചെയ്യുന്നു. ഓരോ വ്യക്തിക്കും എന്തെല്ലാം നൽകണമെന്ന് ആത്മാവ് നിശ്ചയിക്കും. അതിനെ പാഷൻ ട്രാൻസ്ലേഷൻ ബൈബിളിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഓരോ വ്യക്തിയും എന്തെല്ലാം നൽകണമെന്ന് ആത്മാവ് നിശ്ചയിക്കും. ഇപ്പോ ഞാൻ എന്ത് നൽകണമെന്ന് പരിശുദ്ധാത്മാവാണ് നിശ്ചയിക്കുന്നത്. എനിക്ക് ആഗ്രഹിക്കാം ഞാൻ, എങ്കിലും പൗലോസ് പറയുകയാണ് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ, വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പീൻ. അപ്പോ നിങ്ങളിലൂടെ നിങ്ങൾ പ്രവചിക്കണമെന്ന് ആത്മാവ് ആഗ്രഹിക്കുന്നോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഒന്നാമത് നിങ്ങൾ ആഗ്രഹിക്കണം. കാരണം ആ ആഗ്രഹം പോലും നമ്മിൽ ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ആഗ്രഹത്തെ നമ്മൾ ജനിപ്പിക്കാനും അങ്ങനെ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നെങ്കിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു നേരായ സ്വാർത്ഥ ലാഭങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഒരു നേരായ ഡിസയർ, ആഗ്രഹം, കൃപാവരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് പരിശുദ്ധാത്മാവാണ് ആ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഇടുന്നത്, ജനിപ്പിക്കുന്നത്. ആ ആഗ്രഹം പരിശുദ്ധാത്മാവ് ഉള്ളിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ശുശ്രൂഷ, ആ ആത്മാവിന്റെ പ്രദർശനം നിങ്ങളെ കൊണ്ട് സഭയ്ക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ ചെയ്യാൻ ദൈവം പദ്ധതിയിടുന്നു, ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സോ നിങ്ങളുടെ അകത്ത് ജനുവനായിട്ടൊരു ആഗ്രഹം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, ദൈവം നിങ്ങളെ ആ വരത്തിൽ, ആ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് അതിൽ കൂടുതൽ ജാഗരിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനായിട്ട് നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാനും തയ്യാറാവുക. പല തരത്തിലുള്ള ഈ അടിസ്ഥാനപരമായി 9 തരത്തിലുള്ള ആത്മീക വരങ്ങൾ ഉണ്ടെന്നാണ് പൊതുവെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, അഭിഷിക്തന്മാര്, നമ്മുടെ വേദ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആത്മാവിന്റെ പ്രകാശനങ്ങൾ അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രദർശനങ്ങൾ കൃപാവരങ്ങളിലൂടെ മാത്രമല്ല,
ക്യാരക്ടറായിട്ടും വെളിപ്പെടുന്നുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളായിട്ടും ആത്മാവിന്റെ പ്രദർശനങ്ങൾ വെളിപ്പെടാറുണ്ട്. നമ്മുടെ മനോഭാവങ്ങളായിട്ട് ആത്മാവ് നമ്മുടെ മനോഭാവങ്ങളിലൂടെ വെളിപ്പെടും, സ്വഭാവങ്ങളിലൂടെ വെളിപ്പെടും. ആത്മാവിന് ഫലവുമുണ്ട്, വരങ്ങളുമുണ്ട്. ആമേൻ. ആത്മാവിന് രണ്ട് വശങ്ങളുണ്ട്. ആത്മാവിന്റെ ഒരു വശമാണ് ആത്മീക വരങ്ങൾ എന്ന് പറയുന്നത്. ആത്മപ്രദർശനത്തിന്റെ ഒരു വശമാണ് ആത്മീക വരങ്ങൾ. മറ്റൊരു വശം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലമാണ്. ആ ഫലത്തെ കുറിച്ച് നമുക്ക് ഗലേഷ്യൻസ് അങ്ങനെയാണല്ലോ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം മുതലാണ് ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, സഹിഷ്ണുത, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിർഭരത. ഞാൻ ഈ പാഷൻ ട്രാൻസ്ലേഷന്റെ മലയാളം വേർഷനാണ് ഞാൻ വായിക്കുന്നത്. അതാ ഇക്കാര്യങ്ങൾ ചെയ്യുന്നവർ ദൈവരാജ്യത്തിൽ. എന്നാൽ ഒരു ന്യായപ്രമാണവും തെറ്റെന്ന് പറയാത്ത സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മനിയന്ത്രണവുമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഇത് ആത്മാവിന്റെ ഫലമാണ്. ഫലങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫലമാണ്. ഒരൊറ്റ ഫലം എന്ന വേർഡ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഒരൊറ്റ ഫലത്തിനകത്ത് ഇത്രയും ക്വാളിറ്റീസ് അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് സ്നേഹമുണ്ട്, അതിനകത്ത് സന്തോഷമുണ്ട്, അതിനകത്ത് സമാധാനമുണ്ട്, അതിനകത്ത് ദീർഘക്ഷമയുണ്ട്, അതിനകത്ത് ദയയുണ്ട്, അതിനകത്ത് പരോപകാരമുണ്ട്, അതിനകത്ത് വിശ്വസ്തതയുണ്ട്, അതിനകത്ത് സൗമ്യതയുണ്ട്, അതിനകത്ത് ഇന്ദ്രിയ ജയമുണ്ട്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം ആത്മാവിന്റെ ഫലമാണ്. സോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആത്മാവിന്റെ വിവിധമായ പ്രകാശനങ്ങളെ കുറിച്ച് പഠിക്കുക. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ആത്മാവിന്റെ വിവിധങ്ങളായ പ്രകാശനങ്ങൾ, കൃപാവരങ്ങളായ പ്രകാശനങ്ങൾ. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അന്യഭാഷയെക്കുറിച്ചും ഭാഷകളുടെ വ്യാഖ്യാനത്തെ കുറിച്ചുമാണ്. അപ്പൊ ഈ ഏത് തരത്തിൽ, അതായത് നമ്മൾ നേരത്തെ 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ, ദൈവം ആളുകളിൽ പലതരത്തിൽ 6-ാം വാക്യം മുതൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ ഒന്നിട്ട് അനുസരിച്ച് വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അപ്പൊ ദൈവം ഓരോരുത്തരിലും വ്യത്യസ്തമായ നിലകളിൽ തന്റെ ആത്മാവിന്റെ പ്രദർശനത്തെ അല്ലെങ്കിൽ പ്രവൃത്തിയെ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ദൈവം അങ്ങനെ ചെയ്യുന്നത്. ആരെയും ദൈവം ഒഴിവാക്കുന്നില്ല. എല്ലാവരെയും ഒരുപോലെ സഭയ്ക്കകത്ത് പ്രയോജനമുള്ളവരാക്കി തീർക്കുക എന്നതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്, ദൈവത്തിന്റെ പദ്ധതി. കാരണം ഓരോരുത്തരും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ്. എല്ലാ അവയവത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരവയവങ്ങളും മാന്യത കുറയ്ക്കപ്പെടുകയോ വേറൊന്നിന് മാന്യത കുറച്ചൊക്കെ കൂടുതൽ കൊടുക്കാനോ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിന്റെ വചനം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പോലും മാനം കുറഞ്ഞവയ്ക്ക് നമ്മൾ അധികം ശ്രദ്ധ ചെലുത്തുന്നതാണ്. നമ്മുടെ മുടി കൊണ്ട് ഒത്തിരി അങ്ങനെ പ്രയോജനമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും നമ്മുടെ മുടിക്കെല്ലാം കൊഴിഞ്ഞു പോയാലും നമുക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. മുടി ധാരാളം ഉണ്ടെങ്കിലും പ്രത്യേകിച്ചൊരു പക്ഷെ എങ്കിലും ഈ മുടിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയാണ്. അതിനെ കൂടുതൽ മേക്ക് ഓവർ ചെയ്യാൻ, കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോ തമ്മിൽ അഴക് കുറഞ്ഞ വഴിക്ക് അധികം മാനം കൊടുക്കുന്നു എന്ന് ബൈബിൾ പറയുന്നത് പോലെ പലപ്പോഴും സഭയ്ക്കകത്ത് പൊതുവായിട്ട് വരുമ്പോൾ ചില വ്യക്തികൾ കൃപാവരങ്ങളെ ദൈവം ചിലർക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ബലഹീനമായതിനെ, ബലമുള്ള ചിലതിനെ ഒന്നുമല്ലാതാക്കാൻ അല്ലെങ്കിൽ ബലമുള്ള ചിലതിനെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ബലഹീനമായതിനെ എന്ത് ചെയ്യുന്നു? ശക്തി ബലപ്പെടുത്തുന്നു എന്നാണ്, എഴുന്നേൽപ്പിക്കുന്നു.
ജ്ഞാനം നിറഞ്ഞിരിക്കുന്ന, ലോകത്തിന്റെ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ചിലവരെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ജ്ഞാനമില്ലാത്തതിനെ അവൻ ദൈവത്തിന്റെ ജ്ഞാനം കൊടുത്ത് ദൈവം അവരെ ശ്രേഷ്ഠരാക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഓരോരുത്തരിലും അതത് നിലകളിൽ ദൈവം അവരെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന നിലകളിൽ അവരിൽ പ്രവർത്തിക്കുകയും അവർ തന്റെ പ്രവൃത്തിയെ പ്രദർശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സഭയെ ഒട്ടുമൊത്തമായി പണിത് ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതവിടെ കാണുന്നത്, ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. അടുത്ത് പറയുകയാണ്, അടുത്തത് അതേ ആത്മാവ് മറ്റൊരുവന് വിശ്വാസം, വേറൊരുത്തന് വിശ്വാസം. ഇതെല്ലാം ഒരു വരമാണ്. വിശ്വാസം പോലും ഒരു വരമാണ്. അത് വിശ്വാസത്തിന്റെ വരം ഒരു പ്രത്യേക കാറ്റഗറിയാണ്. ഒരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇങ്ങനെ ഇത്രയും പല തരങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് ഓരോരുത്തരെ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ എല്ലാ വിധത്തിൽ ഓരോരുത്തരെ ഓരോ തരത്തിൽ കർത്താവ് ഉപയോഗിക്കുമ്പോഴും ഒരു കാര്യം നാം തിരിച്ചറിയുക, ദൈവം ആഗ്രഹിക്കുന്നത് അനേക അവയവങ്ങളുള്ള ഒരു ശരീരത്തെ മൊത്തത്തിൽ മാനിക്കാനും പണിയാനുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. പ്രൈസ് ഗോഡ്. സോ അന്യഭാഷകളാകട്ടെ, ഭാഷകളുടെ വ്യാഖ്യാനമാകട്ടെ, പ്രവചനമാകട്ടെ, ജ്ഞാനത്തിന്റെ വചനമാകട്ടെ, പരിജ്ഞാനത്തിന്റെ വചനമാകട്ടെ, വീര്യപ്രവർത്തികളാകട്ടെ, ആത്മാക്കളുടെ വിവേചനമാകട്ടെ, രോഗശാന്തികളാകട്ടെ, വിശ്വാസമാകട്ടെ, ഈ എല്ലാ വരങ്ങളും, ഈ ഓരോ വരങ്ങളും ദൈവസഭയുടെ കൂട്ടായ പണിക്കു വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ടൂൾസാണ്, ഉപകരണങ്ങളാണ്, മാധ്യമങ്ങളാണ്. ഇതിനെ ഓരോരുത്തരും പ്രത്യേക പരിജ്ഞാനത്തോടെ അല്ലെങ്കിൽ ദൈവിക വിവേകത്തോടുകൂടെ മറ്റുള്ളവർക്കും പ്രയോജനമാകുന്ന വിധത്തിൽ ഒരു ഓർഡർ അനുസരിച്ച്, ഒരു ക്രമം അനുസരിച്ച് സഭയ്ക്കകത്ത് ഉപയോഗിക്കുമ്പോഴാണ് ആ സഭ ആരോഗ്യമുള്ള ഒരു സഭയായി വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നമ്മുടെ എല്ലാ അവയവങ്ങളും ഹെൽത്തി ആണെങ്കിൽ ആ ബോഡിയെ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ഏതെങ്കിലും ഒരു അവയവത്തിന് ബലഹീനത ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ആ ബലഹീനതയുള്ള ഭാഗത്തേക്കായിരിക്കും. ആ ബലഹീനത നമ്മുടെ മൈൻഡിനെ ബലഹീനപ്പെടുത്തും, അല്ലെ? ആ ബലഹീനത നമ്മുടെ മൈൻഡ് സെറ്റിനെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ബലഹീനത ഇല്ലെങ്കിൽ ഹോൾ ബോഡി, എല്ലാ അവയവങ്ങളും വ്യക്തമായ ആരോഗ്യത്തോടും ബലത്തോടും നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് മൈൻഡിലും ബലത്തോടെ നിൽക്കാൻ പറ്റും, അവന് ശരീരത്തിലും അവന് ബലത്തോടെ നിൽക്കാൻ പറ്റും. സോ ഹോൾ ചർച്ചിനെ ബലപ്പെടുത്താനാണ് ദൈവം കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നത് എന്ന്. അപ്പോൾ തന്നെ പേഴ്സണലി തന്നെത്താൻ ശക്തീകരിക്കാനും തന്നെത്താൻ ബലപ്പെടുത്താനും തന്നെത്താൻ പണിയാനും ദൈവം അന്യഭാഷകൾ, വിവിധ ഭാഷകൾ എന്ന വരം നൽകിയിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തി സഭയെ പണിയേണ്ടതിന്, മറ്റൊരാൾക്ക് പ്രയോജനമുള്ളവനായി തീരേണ്ടതിന് ഭാഷകളുടെ വ്യാഖ്യാനം എന്ന വരവും ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. ആമേൻ, ആമേൻ. അതുകൊണ്ട് ഭാഷകൾ വാഞ്ചിക്കുക, വ്യാഖ്യാനവരം വാഞ്ചിക്കുക, പ്രവചനവരം വാഞ്ചിക്കുക, ജ്ഞാനത്തിന്റെ വചനം വാഞ്ചിക്കുക, പരിജ്ഞാനത്തിന്റെ വചനം വാഞ്ചിക്കുക, വിശ്വാസം എന്ന വരം നിങ്ങൾ വാഞ്ചിക്കണം, രോഗശാന്തി എന്ന വരം നിങ്ങൾ വാഞ്ചിക്കണം, വിവേചനം എന്ന വരം നിങ്ങൾ വാഞ്ചിക്കണം, വീര്യപ്രവർത്തികൾ എന്ന വരം വാഞ്ചിക്കണം. ഈ എല്ലാ വരങ്ങളോടും കൂടെ സഭ ആരോഗ്യമുള്ള ഒരു ബോഡിയായി, ബോഡി ഓഫ് ക്രൈസ്റ്റ് ആയിട്ട്, ക്രിസ്തുവിന്റെ ശരീരമായി പൂർണ്ണാരോഗ്യത്തോടെ വളർന്നു വരണമെന്നതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. പരിശുദ്ധാത്മാവിനെ അതിനായിട്ടാണ് ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ പ്രദർശനങ്ങളെല്ലാം തന്നെ, ഈ വരങ്ങളെല്ലാം തന്നെ, ഈ സ്വഭാവങ്ങളെല്ലാം തന്നെ സഭയിലെ ഓരോരുത്തർക്കും നൽകിക്കൊണ്ട്, ഓരോ അംഗങ്ങൾക്കും ഇത് നൽകിക്കൊണ്ട് ഇതിനെ സംയോജിപ്പിച്ച്, ഇതിനെ ഒരുമിച്ചാക്കി ആ സഭയിലെ മുഴുവൻ അംഗങ്ങളെ, 100 പേരാകട്ടെ, 1000 പേരാകട്ടെ, 50 പേരാകട്ടെ, 10 പേരാകട്ടെ, ഈ 10 പേരെ ഒരുമിച്ച് ഒറ്റ ശരീരമായി വളർത്തുക എന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സഭയെ മുഴുവൻ, ഹോൾ ചർച്ചിനെ ഒരുപോലെ ആരോഗ്യമുള്ളതായി പണിയുക എന്നുള്ളതാണ്.
ഒക്കെ അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആത്മീക വരങ്ങളെ വാഞ്ചിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചതിനകത്ത് ആമേൻ നമ്മൾ അതിനായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു.